ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആദ്യം ശ്രീ എം പ്രകാശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ സൗഹൃദ സന്ദർശനം നടത്തിയ കേരളത്തിന്റെ പുതിയ സുഹൃത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ കമ്മ്യൂണിസത്തെക്കുറിച്ചും CPM-നെ കുറിച്ചും കേരളത്തെക്കുറിച്ചും പറഞ്ഞ വാചകങ്ങളോട് CPM-ന്റെ പ്രതികരണം എന്താണ്? അത് ഉത്തരം പറ. അത് അല്ല, ഇതില് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു, സംസാരിച്ചു. ബാക്കി പറ. ഇതൊരു മഹാവിഷയമാവേണ്ട കാര്യം എന്താണ് എന്നുള്ളത് മനോരമക്കും അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് മാത്രമേ മനസ്സിലാവൂ. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിച്ചത് അതല്ല. കേന്ദ്രത്തിലെ എം പ്രകാശൻ ഇപ്പൊ ചോദിച്ച അതേ അല്ല. എന്താണ് ഇത്? രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? ഇപ്പോൾ ചോദിച്ചത് നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ അല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് ഒരു ചർച്ചയുടെ തുടക്കത്തിലെ മര്യാദയാണ്. ഞാൻ എന്താണ് ചോദിക്കുന്നത്? നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തെ കുറിച്ചും CPM-നെ കുറിച്ചും പറഞ്ഞതിനെ കുറിച്ച് CPM-ന്റെ നിലപാട് എന്താണെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ടീച്ചറും ഞാൻ വിദ്യാർത്ഥിയൊന്നുമല്ല. അല്ല, അതുകൊണ്ടാണ് ടീച്ചറാണെങ്കിൽ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മളൊരു വിഷയം, അതേ വിഷയവും താങ്കളെ അറിയിച്ചിരുന്നു. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നിലപാട് പറയണം. CPM-ന്റെ നിലപാട് പറയാം ശ്രീ എം പ്രകാശൻ. പക്ഷേ ഏറ്റവും ആദ്യം ഇന്ന് നമ്മളെ ഇങ്ങനെ അപമാനിച്ചതല്ലേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ? CPM-നെ അപമാനിച്ചു, കമ്മ്യൂണിസത്തെ അപമാനിച്ചു, കേരളത്തെ അപമാനിച്ചു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് പോകൂടെ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും അങ്ങനെയല്ല. അതുകൊണ്ട് അവർ ഇന്ന് പറഞ്ഞതിനെ നേരത്തെ കണ്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, പ്രതിപക്ഷക്കാർ പറയുന്ന പോലെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എന്തോ ഒരു പാലം BJP-ക്കാരും CPM തമ്മിൽ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര ധനകാര്യമന്ത്രി തമ്മിൽ ചർച്ച എന്ന് സ്ഥാപിക്കാൻ മനോരമയ്ക്ക് താല്പര്യം ഉണ്ടാവും. പ്രതിപക്ഷത്തിന് വേണ്ടി എനിക്ക് താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് വെളിപ്പെടുത്തണമെന്ന് ആർക്ക് പറയാൻ വേണ്ടി കഴിയുക? കേരളത്തിലെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. വേണമെങ്കിൽ CPM-ന് പറയാൻ പറ്റും. CPM-ന് വേണമെങ്കിൽ CPM-ന് പറയാൻ പറ്റും, ഇല്ലേ? CPM അറിയാതെ CPM-ന്റെ PB അംഗം കൂടിയായ മുഖ്യമന്ത്രി BJP-യുടെ നേതാവുമായി ചർച്ച ചെയ്യുക CPM-ന് ചോദിക്കാൻ പറ്റില്ല? CPM-ന് മാധ്യമങ്ങളോട് പറയാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയും. അല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്ന ചർച്ചയെല്ലാം നിങ്ങൾക്ക് അറിയാമോ ശ്രീ എം പ്രകാശൻ? ശ്രീ എം പ്രകാശൻ, നിങ്ങൾക്കറിയാമോ CPM-ന് അറിയാമോ മുഖ്യമന്ത്രി എന്തിനാണ് നിർമ്മല സീതാരാമനെ കണ്ടതെന്ന്? CPM-ന് അറിയാമോ? ഇതൊരു നടത്തു പോണ മാതിരില്ല. എം പ്രകാശന്റെ കാര്യമല്ല ചോദിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ എം പ്രകാശൻ കൂടി അറിയണം. CPM അറിഞ്ഞാൽ എന്തായാലും താങ്കളും അറിയും. CPM-ന് അറിയാമോ മുഖ്യമന്ത്രി എന്തിനാണ് നിർമ്മല സീതാരാമനെ കണ്ടത്, എന്താണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയാമോ? പറഞ്ഞിട്ടില്ല. CPM-ന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് പിണറായി എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല. CPM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ എന്ന് എനിക്കറിയില്ല. അറിയണല്ലോ. അതിനേക്കാൾ വലിയ നേതാക്കൾ ഇപ്പോഴും CPM-ലെ ഏറ്റവും വലിയ നേതാവെന്നാണ് താങ്കൾ ഉപയോഗിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിനേക്കാൾ CPM-ന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം, സ്ഥാപക നേതാവ് കേരളത്തിലടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരു പാർട്ടിയെ നിങ്ങൾ പരിശോധിക്കുന്നത് അതിലെ പഴയ കാലത്ത് ആര് നയിച്ചോ എന്ന് കണക്കാക്കിയിട്ടാണോ, അല്ല ഇപ്പോഴാരും നയിക്കുന്നു? ഏറ്റവും വലിയ നേതാവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് അത് രണ്ടും കണക്കാക്കേണ്ടി വരും. ഞാൻ എവിടെയാണ് ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. കാരണം CPM-ന് തന്നെ ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് അറിയാം എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കഴിഞ്ഞ 2 തവണ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും വന്ന CPM പ്രതിനിധികൾക്ക് ഈ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അറിയുമായിരുന്നില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അസംഗതമായ എന്തോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചോദിക്കുന്നവർ ശ്രമിക്കുന്നു എന്നാണെങ്കിൽ ചർച്ചയിൽ നടന്ന എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾക്ക് അറിയാമോ? ആണോ? ഭയങ്കര. അതെന്തോ ടോക്കാണ് ശ്രീ എം പ്രകാശൻ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. ഞങ്ങളുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള നേതാവ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചാലും അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്തോ നിങ്ങൾ പറയുന്ന പോലെ അന്യായമായ എന്തോ കാര്യം സംസാരിച്ചു എന്ന കാര്യം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇങ്ങനെ ചുഴിഞ്ഞ് ആ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും വലിയ നേതാവാണ് സഖാവ് പിണറായി. അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിക്ക് താല്പര്യമുള്ള ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും. അതിനകത്ത് ഇത്രയേറെ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ? അത് നിർബന്ധമായിട്ട് അറിഞ്ഞേ തീരുമെന്ന് പറയേണ്ട കാര്യം എന്നുള്ളത് CPM ആകെ അറിയണം എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? അതിലൊന്നും ഒരു കാര്യമില്ല. അതെല്ലാം കാര്യമായിട്ട് വരുന്നത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അജണ്ട കൊണ്ടാണ്. അറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു. ശ്രീ എം പ്രകാശൻ, അറിയേണ്ട കാര്യമില്ലെന്ന് താങ്കൾ പറഞ്ഞു. അറിയണമെന്ന് വിചാരിച്ചാലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് CPM-നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? താങ്കൾക്കല്ലേ അറിയാവുന്ന, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. CPM-ന് അറിയാമെങ്കിൽ CPM-ന് പറയാം. അതേന്ന് ഞങ്ങൾക്ക് അറിയാമെന്നെങ്കിലും പറയാം. താങ്കൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ആനയെ കണ്ടതുപോലെ നിങ്ങൾ കുരുടൻ. അതൊക്കെ ഇപ്പോൾ CPM പോലും ഉപയോഗിക്കാത്ത രാഷ്ട്രീയ ശരിയല്ലാത്ത പ്രയോഗങ്ങളാണ് ശ്രീ എം പ്രകാശൻ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നമ്മൾ നേരിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ ധനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയുടെ ഉള്ളടക്കം എന്താണ്? ആ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഒരാവശ്യവുമില്ലാതെ നിർമ്മലാ സീതാരാമൻ ഇന്ന് കേരളത്തിനെതിരെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കുറെ വലിയ വിമർശനങ്ങൾ കേരളത്തിനെ കുറിച്ച് രാജ്യസഭയിൽ പറയുന്നു. CPM-ന് ഈ നടക്കുന്നത് എന്താണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. അറിയാമോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോൾ താങ്കൾ പറയുന്നു അറിയേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ചോദിച്ചിട്ടും കാര്യമില്ല എന്നാണോ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും നടത്തിയ ചർച്ച, അതിന്റെ വള്ളി പുള്ളി CPM ആകെ അറിയേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും അറിയാമോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്തെങ്കിലും അറിയാമോ? ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്തെങ്കിലും അറിയാമോ? രണ്ട് ഭരണഘടന CPM എന്ന പാർട്ടിയാണല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയതും PB അംഗമാക്കിയതും CPM-ന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവാണ് എന്നുകൂടി CPM അവകാശപ്പെടുന്ന BJP-യുടെ സുപ്രധാന നേതാവുമായി എവിടെ പോണു? വെള്ളം കുടിക്കണം. എന്തിനാണ് പിണറായി വിജയൻ അനൌദ്യോഗിക ചർച്ച, ഉള്ളടക്കം വെളിപ്പെടുത്താത്ത ചർച്ച നടത്തിയതെന്ന് CPM-ന് എന്തെങ്കിലും അറിയാമോ? നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. പൂർണ്ണമായി അറിയണ്ട, വള്ളിപുള്ളി വേണ്ട, പൂർണ്ണമായി അറിയണ്ട, എന്തെങ്കിലും അറിയാമോ എന്തിനാണ് ചർച്ച നടത്തിയത്? CPM നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ BJP-യും അതുപോലെ കോൺഗ്രസും തമ്മിൽ, അല്ല CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലക്ക് എരിവും പുളിയും കയറ്റണം. അതിനാവശ്യമായിട്ട് സഹായം ചെയ്യണം. നിങ്ങളുടെ അജണ്ട അതാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിഷയം ചർച്ച ചെയ്തു. അജണ്ട പിണറായി വിജയൻ ഇല്ലല്ലോ ശ്രീ എം പ്രകാശൻ. ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയത് ശ്രീ പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ പ്രഭാത ഭക്ഷണത്തിന് KV തോമസ് മുഖാന്തരം ക്ഷണിച്ചു വരുത്തിയത് പിണറായി വിജയൻ. ചർച്ച കഴിഞ്ഞ ശേഷം അത് അനൌദ്യോഗിക സന്ദർശനമാണ് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉള്ളടക്കം നിയമസഭയിൽ ചോദിച്ചിട്ടും പറയാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ ഈ അജണ്ടയ്ക്കൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പണി? മാധ്യമങ്ങളുടെ ഈ അജണ്ടയുടെ ഒന്നും മേലെയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. രാജ്യത്താകെ പറയണം, CPM-ലാകെ പറയണം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണല്ലോ പറഞ്ഞത്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. വ്യക്തമായ ഒരേ ഒരു കാര്യം, CPM-ന് അറിയില്ല, CPM-ന് അത് ചോദിക്കേണ്ട കാര്യവുമില്ല. പിണറായി വിജയനെ കുറിച്ചുള്ള ഇതുവരെയുള്ള ബോധ്യം വെച്ച് അദ്ദേഹം തെറ്റായി ഒന്നും ചർച്ച ചെയ്തിട്ടുണ്ടാകില്ല എന്ന ബോധ്യം താങ്കൾക്കുണ്ട് എന്ന് തന്നെയല്ലേ? മാഡം
എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ചർച്ചയിലെ മാന്യത നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിൽ കുത്തിത്തരികരുത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, CPM ഇക്കാര്യം അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെങ്ങനെ ഞാൻ CPM അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് വേണ്ട, താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഇല്ല, വേണ്ട, വായിൽ തിരികേണ്ട കാര്യമേ ഇല്ല. CM പ്രകാശിനോട് നേരിട്ട് ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. CPM അറിയാമോ? CPM അറിയാമോ? താങ്കൾ പറഞ്ഞാൽ മതി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടത് CPM-നെ ഇരുട്ടിൽ അറിയാം എന്നും താങ്കൾ പറയുന്നില്ലല്ലോ CM പ്രകാശൻ. അതൊന്നും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. CPM-ന് അറിയാം എന്നും താങ്കൾ പറയുന്നില്ലല്ലോ. അതെന്താണ്? CPM-ന് അറിയാമെന്ന് പറഞ്ഞൂടെ? CPM-ന് അറിയാമെന്ന് പറയൂ. നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം എന്താണെന്ന് CPM-ന് അറിയാം. കേരളത്തോട് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയൂ. CPM-ന് അറിയാമോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിങ്ങൾ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞത് CPM-ന്റെ നേതാവാണല്ലോ പിണറായി വിജയൻ. അദ്ദേഹം ആരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം CPM-നെ അറിയാന്നല്ലേ? ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. അർത്ഥമൊന്നും ഇപ്പൊ പോരാ. കാരണം മുഖ്യമന്ത്രി ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി മുഖ്യമന്ത്രി പറയുന്നില്ല. എത്ര ചോദിച്ചിട്ടും മുഖ്യമന്ത്രി പറയുന്നില്ല. CPM-ന്റെ ഒരു നേതാവ് മുഖ്യമന്ത്രിയെ പരസ്യമായി പ്രതിരോധിക്കാൻ ഇതുവരെ വന്നിട്ടുമില്ല. കാരണം CPM-ന് അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഇപ്പോൾ താങ്കൾ പറയുന്നു CPM അറിയാതിരിക്കുമോ? അങ്ങനെയല്ല, CPM-ന് അറിയാം. CPM-ന്റെ അറിവോടെയാണ്, ഉള്ളടക്കവും CPM-ന് അറിയാം എന്നാണെങ്കിൽ താങ്കൾ വ്യക്തമായ ഒരു പ്രസ്താവന നടത്തിക്കൊള്ളുന്ന എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വിടണ്ടല്ലോ. താങ്കൾക്ക് തന്നെ ആ തെറ്റിദ്ധാരണ തീർക്കാമല്ലോ. ഇന്ത്യയിലെ CPM-മായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ആധികാരികമായിട്ട് സംസാരിക്കുന്ന അധികാരമുള്ള ആളാണ് പിണറായി വിജയൻ. ആ അധികാര കേന്ദ്രത്തിൽ വേറെ ആരൊക്കെയുണ്ട്? CM പ്രകാശൻ പണി പിന്നെയും പാളി എന്ന് വെച്ചാൽ ഇപ്പോ ആർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ ആർക്കൊക്കെ അറിയാമായിരിക്കും ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന്? താങ്കൾക്ക് അറിയില്ല, CPM സംസ്ഥാന കമ്മിറ്റിക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ അറിയാം? ഈ അധികാര കേന്ദ്രത്തിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പിന്നെ അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്കുള്ള താല്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം എന്ത് ചർച്ച ചെയ്തു എന്നുള്ള വിഷയമല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശമല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം എന്തോ ദുരൂഹമായ കാര്യങ്ങൾ ഒന്നാലോചിച്ചു. ഈ ചർച്ചയുടേതാ 13ാമത്തെ മിനിറ്റ് കഴിഞ്ഞു. 13 മിനിറ്റും താങ്കൾ തർക്കിക്കുന്നത് ഇത് വ്യാഖ്യാനിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനാണ്. ചർച്ചയുടെ ഉള്ളടക്കം എന്താണെന്ന് പറയാൻ 2 മിനിറ്റ് പോരെ? പറഞ്ഞൂടെ? എനിക്കെല്ലാമായി തൃപ്തിയായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.